After a 33-year leave of absence from his alma mater, I am pleased to present to you Dr. William Gates. വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ബിൽ ഗേറ്റ്സിൻ്റേത്. കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നെങ്കിൽ എന്ന് വർഷങ്ങളായി അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പണക്കാരനെന്ന നിലയിൽ അറിയപ്പെടാൻ തനിക്ക് താല്പര്യമില്ലെന്ന് 2006 മെയ്യിൽ നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്തു ചെയ്യാം, മൈക്രോസോഫ്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവി ഉപേക്ഷിച്ച് സ്വന്തം സംഘടനയായ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് പോലും ബിൽ ഗേറ്റ്സിന് ലോകസമ്പന്നരുടെ ആദ്യ 3 സ്ഥാനങ്ങളിൽ നിന്ന് പോലും പുറത്താകാനാകുന്നില്ല. അമേരിക്കയിലെ വാഷിംഗ്ടണിലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ 1955 ഒക്ടോബർ 28 ബിൽ ഗേറ്റ്സ് ജനിച്ചത്. വില്യം ഹെൻറി ഗേറ്റ്സ് മൂന്നാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പിതാവ് വില്യം എച്ച് ഗേറ്റ്സ്മാൻ രണ്ടാമൻ വക്കീലായിരുന്നു. അമ്മ മേരി ഗേറ്റ്സ് സ്കൂൾ അധ്യാപികയായിരുന്നു. ലിബി എന്നും ക്രിസ്റ്റി എന്നും പേരുള്ള 2 സഹോദരിമാരുണ്ട് അദ്ദേഹത്തിന്. പ്രശസ്തമായ ലോക്ക് സൈഡ് സ്കൂളിലായിരുന്നു ബിൽ ഗേറ്റ്സിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം. അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ കമ്പത്തിൻ്റെ തുടക്കവും. സ്കൂളിലുണ്ടായിരുന്ന ആദ്യകാല കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നിർമ്മിക്കുകയും ചെയ്തു. കമ്പ്യൂട്ടറിനെതിരെ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനവും സ്കൂളിൽ ഏർപ്പെടുത്തിയിരുന്നു. ഈ സംവിധാനം വൈറസ് ഉപയോഗിച്ച് തകരാറിലാക്കിയ പ്രശ്നത്തിൽ ബില്ലും മറ്റു 3 സുഹൃത്തുക്കളും പ്രതികളായി. കൂടുതൽ സമയം സൗജന്യമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ബിൽ പണിപറ്റിച്ചത്. അവസാനം കമ്പ്യൂട്ടർ വൈറസുകളെ പിടികൂടി നൽകാമെന്ന കരാറിന്മേൽ ബില്ലും കൂട്ടരും കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള അവസരം തരപ്പെടുത്തി. മൈക്രോസോഫ്റ്റിൻ്റെ വിജയം സൗഹൃദത്തിൻ്റെ കൂടി വിജയമാണ്. ബിൽ ഗേറ്റ്സും പ്രൈമറി ക്ലാസ് മുതൽ സഹപാഠിയായ പോൾ അലനുമാണ് ആ സുഹൃത്തുക്കൾ. ലോക്ക് സൈഡ് സ്കൂളിലും ഹാർവാർഡ് കോളേജിലും ഇരുവരും ഒന്നിച്ചാണ് പഠിച്ചത്. പോൾ അലനെ ഒരു സ്ഥാപനം ജോലിക്കെടുത്തപ്പോൾ ബിൽ ഗേറ്റ്സ് പഠനം ഉപേക്ഷിച്ച് അലനൊപ്പം ചേർന്നു. പിന്നീട് മൈക്രോസോഫ്റ്റ് കമ്പനി ആരംഭിച്ചതും ഇരുവരും ചേർന്നാണ്. ബിൽ ഗേറ്റ്സിനൊപ്പം മൈക്രോസോഫ്റ്റിൻ്റെ സാരഥിയായിരുന്ന അദ്ദേഹം ക്യാൻസർ കാരണം 1983 വിരമിച്ചു. പിന്നീട് രോഗത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട അദ്ദേഹം ലോകധനികരുടെ പട്ടികയിൽ സ്ഥാനം നേടി. 2004 ലോകത്തെ 5ാമത്തെ ധനികനായിരുന്നു അദ്ദേഹം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സഹപാഠിയായിരുന്ന സ്റ്റീവ് ബാൾമറാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്ത്. 2008 മുതൽ മൈക്രോസോഫ്റ്റിൻ്റെ CEO ആണ് ഇദ്ദേഹം. ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അവരുടെ മുഴുവൻ കഴിവും ബോധ്യപ്പെടുത്തുക മൈക്രോസോഫ്റ്റിൻ്റെ മുദ്രാവാക്യം അതാണ്. ഹാർവാർഡ് കോളേജ് വിടുമ്പോൾ ബിൽ ഗേറ്റ്സിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ലോകത്തിലെ എല്ലാ ഓഫീസുകളിലും എല്ലാ വീടുകളിലും ഒരു കമ്പ്യൂട്ടർ എത്തിക്കുക. ഈ ലക്ഷ്യവുമായാണ് ബിൽ ഗേറ്റ്സും സുഹൃത്ത് പോൾ അലനും ചേർന്ന് 1975 നവംബറിൽ മൈക്രോസോഫ്റ്റിൻ്റെ മുന്നോടിയായി ആദ്യ കമ്പനി രൂപീകരിച്ചത്. 1976 നവംബർ 26 മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായി. IT രംഗത്തെ വമ്പൻ സ്ഥാപനമായി മാറാൻ മൈക്രോസോഫ്റ്റിന് പിന്നെ ഏറെ കാലം വേണ്ടി വന്നില്ല. ചുമതലകൾ സഹപ്രവർത്തകരെ ഏൽപ്പിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ മുഴുവൻ സമയ ജോലികളിൽ നിന്ന് 2008 അദ്ദേഹം പിന്മാറി. മെലിൻഡ ഫ്രഞ്ചാണ് ബിൽ ഗേറ്റ്സിൻ്റെ ഭാര്യ. 3 മക്കളുണ്ട്. മെഡീനയിലെ വാഷിംഗ്ടൺ തടാകത്തിനു സമീപമാണ് ബിൽ ഗേറ്റ്സിൻ്റെ വീട്. $12.5 കോടി വിലമതിക്കുന്ന ഈ വീടിനും വസ്തുവിനുമായി അദ്ദേഹം പ്രതിവർഷം $9,91,000 നികുതി നൽകുന്നു. 60 ചതുരശ്ര അടി വിസ്തീർണമുള്ള നീന്തൽക്കുളവും 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ജിംനേഷ്യവും 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭക്ഷണമുറിയും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭാഗമാണ്. $3 കോടി വില നൽകി ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങൾ 1994 അദ്ദേഹം ലേലത്തിൽ വാങ്ങിയത് വീടിൻ്റെ ചുമരുകളിലുണ്ട്.